സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ് രേഖപ്പെടുത്തിയത് സാധാരണക്കാർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. US ഫെഡിന്റെ നിലപാടുകളാണ് സ്വർണ്ണവിലയെ നിലവിൽ സ്വാധീനിക്കുന്നത്. സ്വർണം ഒരു ഔൺസിന് $3440 ആയാൽ കേരളത്തിലും ഇത് പ്രതിഫലിക്കും. ആഗോള വിപണിയിൽ തിങ്കളാഴ്ച സ്വർണ്ണവില നേരിയ മുന്നേറ്റം നടത്തിയിരുന്നുവെങ്കിലും ഇന്ന് വീണ്ടും വിലയിൽ കുത്തനെ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അടുത്തിടെ വില ഇടിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും $4300 മുകളിലേക്ക് ഔൺസ് വില എത്താത്തതുകൊണ്ട് തന്നെ നിലവിലെ ഉയർച്ചയെ ശക്തമായ തിരിച്ചുവരവായി കണക്കാക്കാൻ സമയമായിട്ടില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതേസമയം $4300 എന്ന പരിധിയിലേക്ക് വീണ്ടും എത്തിയാൽ സ്വർണം വീണ്ടും വലിയ രീതിയിൽ കുതിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. എന്നാൽ 4100 താഴേക്കാണ് വില പോകുന്നതെങ്കിൽ സ്വർണ്ണവിലയിൽ കനത്ത ഇടിവുണ്ടാകാനാണ് സാധ്യത. റിപ്പോർട്ടുകൾ പ്രകാരം സ്വർണം $3440 വരെ താഴാൻ സാധ്യതയുണ്ട്. US ഫെഡിന്റെ നിലപാടുകളാണ് സ്വർണ്ണവിലയെ നിലവിൽ സ്വാധീനിക്കുന്നത്. പലിശ നിരക്കിൽ മാറ്റമുണ്ടായില്ലെങ്കിലും വർഷാവസാനത്തിന് മുൻപ് വീണ്ടും പലിശ ഉയർത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന ഫെഡിന്റെ നിലപാട് പലിശ നിരക്ക് ഉടൻ കുറച്ചേക്കുമെന്ന നിക്ഷേപകരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി. സ്വർണം പലിശയോ സ്ഥിര വരുമാനമോ നൽകുന്ന നിക്ഷേപമല്ലാത്തതിനാൽ പലിശ നിരക്കുകൾ ഉയർന്ന നിലയിൽ തുടരുന്നത് സ്വർണം പോലുള്ള ആസ്തികളുടെ ആകർഷണം കുറയാൻ കാരണമാകും. അതേസമയം ബോണ്ടുകൾക്കും മറ്റു ധനകാര്യ ആസ്തികൾക്കും കൂടുതൽ ആകർഷണം നൽകും. മാത്രമല്ല, ഡോളറിന്റെ ശക്തിയും സ്വർണത്തിന് തിരിച്ചടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ ഡോളർ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തിയിരുന്നു. ഇതും സ്വർണ്ണവില കുറയുന്നതിന് കാരണമാണ്. അതിനാൽ തന്നെ ഈ ആഴ്ച പുറത്തുവരുന്ന അമേരിക്കൻ സാമ്പത്തിക കണക്കുകൾ സ്വർണ്ണ വിപണിക്ക് ഇനിയേറെ നിർണായകമാണ്. US ഇറാൻ ചർച്ചകളിൽ ഉണ്ടാകുന്ന പുതിയ സംഭവ വികാസങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിച്ചേക്കാം. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ശക്തമാകുമ്പോൾ സ്വർണ്ണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായാണ് കണക്കാക്കാറുള്ളത്. എന്നാൽ US ഇറാൻ ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകുമെന്ന പ്രതീക്ഷ വന്നതോടെ സ്വർണ്ണത്തിന് ലഭിച്ചിരുന്ന അധിക പിന്തുണ കുറയുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ പ്രമുഖ നിക്ഷേപ ബാങ്കായ ഗോൾഡ്മാൻ സാക്സ് ഈ വർഷാവസാനത്തെ സ്വർണ്ണവില $5400 ആവുമെന്ന പ്രവചനം താഴ്ത്തി $4900 ആക്കിയിട്ടുണ്ട്. പ്രവചനത്തിൽ വന്ന ഈ മാറ്റം വിപണിയിലെ അനിശ്ചിതത്വത്തെ പ്രതിഫലിപ്പിക്കുന്നതായാണ് വിലയിരുത്തൽ. അതേസമയം ഫെഡിന്റെ നിലപാടിൽ മാറ്റമുണ്ടാകുകയും നിക്ഷേപകർ വീണ്ടും സ്വർണ്ണത്തിലേക്ക് തിരിയുകയും ചെയ്താൽ വിലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും പ്രവചനങ്ങളുണ്ട്. അതിനിടെ സ്വർണം ഒരു ഔൺസിന് $3440 ആയാൽ കേരളത്തിലും ഇത് പ്രതിഫലിക്കും. ഇതുപ്രകാരം സ്വർണത്തിന്റെ ഏകദേശ വില 76,000 മുതൽ 78,000 വരെ ആകാനും സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.